ഗാന്ധിയില്ലാത്തൊരു ലോകമില്ല. ഇന്നുമത് എന്നുമത്. പക്ഷേ ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഗാന്ധിയെ ലോക ജനത മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. ലോക ജനത പോയിട്ട് ഇന്ത്യൻ ജനത തന്നെ ഗാന്ധിജിയെ മനസ്സിലാക്കിയിട്ടില്ല. ഇന്ത്യയിലെ മിക്കവാറും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഗാന്ധിയെ സമ്പൂർണ്ണമായിട്ട് മനസ്സിലാക്കാത്തവർ. ഗാന്ധി ഒരു താത്വിക ചിന്തകനാണ്, ഗാന്ധി പത്രാധിപരാണ്, ഗാന്ധി എഴുത്തുകാരനാണ്, ഗാന്ധി മനുഷ്യസ്നേഹിയാണ്, ഗാന്ധി മതേതരത്വത്തിൻ്റെ കാവൽമാലാഖയാണ്, ഗാന്ധി എല്ലാ മതഗ്രന്ഥങ്ങളെയും അഗാധമായി പഠിച്ചിട്ടുള്ള ആളാണ്. ഗാന്ധി തൻ്റെ ജീവിത കാലഘട്ടത്തിൽ 12,000-ഓളം കത്തുകൾ ഓരോരുത്തർക്കും എഴുതിയിട്ടുള്ള ആളാണ്. സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥ എഴുതിയിട്ടുള്ള ആളാണ്. അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ ബഹുമുഖ പ്രതിഭ തെളിയിച്ചിട്ടുള്ള അസാമാന്യനായിട്ടുള്ള യുഗപുരുഷൻ. അദ്ദേഹം മരിച്ചപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, വരും തലമുറ ചിലപ്പോൾ വിശ്വസിച്ചു എന്ന് വരില്ല, മജ്ജയും മാംസവുമുള്ള ഈ മനുഷ്യൻ ഈ ഭൂമുഖത്തിൻ്റെ കിഴക്കേയറ്റത്ത് ചെരുപ്പിടാതെ ഈ ഭൂമുഖത്ത് സഞ്ചരിച്ചിരുന്നു മനുഷ്യനെ സേവിക്കാൻ വേണ്ടി എന്നുള്ളത്. ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനായ ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ്റെ വാചകമാണ്. ഗാന്ധിജിയുടെ ജീവിത ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് ഗ്രന്ഥകാരന്മാർ ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒരു ലൈബ്രറി മുഴുവൻ ഗാന്ധി പുസ്തകം മാത്രം വെച്ചാൽ ഒരു 10,000-ൽ പരം പുസ്തകം വരും വേണമെങ്കിൽ, ഗാന്ധി പുസ്തകം മാത്രമാണെങ്കിൽ. പക്ഷെ ഗാന്ധി 915 ഇന്ത്യയിലേക്ക് വരുന്നു സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത് അവിടെ വലിയൊരു സമരം നടത്തിക്കൊണ്ട് ലോകപ്രശസ്തമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ. അന്ന് ചെറുപ്പമാണ് ഗാന്ധി, വലിയ പ്രായമൊന്നുമില്ല. പക്ഷെ ആ 916 AICC കോൺഗ്രസ്സിൽ ബാലഗംഗാധര തിലകൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ട് നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലേക്കുള്ള വരവ്. ആ കോൺഗ്രസ്സിൽ പങ്കെടുത്തു യുവപ്രതിനിധിയായി. യുവാച്ച അത്ര ചെറുപ്പമൊന്നുമല്ല. അപ്പോൾ അവിടെ ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ വന്നിട്ടുള്ള പ്രതിനിധികൾ സമ്മേളനം കഴിയുന്ന ഒരു ദിവസം തിലകനെ പോയി കണ്ടു പറഞ്ഞു, അങ്ങ് ചമ്പാരനിലേക്ക് വരണം. ബീഹാറിലെ ചമ്പാരൻ നീലം കൃഷിക്കാർ കൊടിയ ചൂഷണത്തിനും ദുരിതവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നൊരു മേഖലയാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അവരെ എല്ലുമുറുകെ പണി കഴിപ്പിച്ചുകൊണ്ട് മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നൊരവസ്ഥ. അവിടേക്ക് വന്ന് അവരെ ഒന്ന് സമാശ്വസിപ്പിക്കണം, അവരുടെ സമരമേറ്റെടുക്കണം. അന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ നേതാവ് തിലകനാണ്. അപ്പോൾ തിലകൻ പറഞ്ഞു, ഞാൻ വരാം കുറച്ച് മാസങ്ങൾക്ക് കഴിഞ്ഞ്, ഇപ്പോൾ ആ ചെറുപ്പക്കാരനെ കൊണ്ടുപോയിക്കൊള്ളും. ആ ചെറുപ്പക്കാരൻ്റെ പേര് മോഹൻദാസ് എന്നാണ്. അന്ന് മഹാത്മാവായിട്ടില്ല. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ സമരമൊക്കെ ചെയ്ത് വലിയ പാരമ്പര്യമുള്ള ആളാണ്. UP-യിൽ നിന്ന് വന്ന പ്രതിനിധി രാജ്കുമാർ ശുക്ല, ബീഹാറിൽ നിന്ന് വന്ന പ്രതിനിധി മുഹമ്മദ് യൂനിസ്, ഇവരൊക്കെ പോയി ഗാന്ധിജി എന്ന മനുഷ്യനെ കണ്ട് നിർബന്ധിച്ചു. ഗാന്ധിജി വഴങ്ങിയില്ല. ലഖ്നൗവിൽ നിന്ന് അലഹബാദിലേക്ക് ഗാന്ധിജി വണ്ടി കയറി. ഈ ചെറുപ്പക്കാരും ഗാന്ധിജിയോടൊപ്പം വണ്ടിയിൽ പോയി, തീവണ്ടിയിൽ. അലഹബാദിലെത്തി ഗാന്ധിജിയെ നിർബന്ധിച്ചു. ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഗാന്ധിജി ഏപ്രിൽ മാസം 917 ബീഹാറിലെ മുസാഫിർപൂർ നഗർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി പ്ലാറ്റ്ഫോമിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് പറയുന്നു, ഇവിടെ കാലെടുത്ത് വെക്കാൻ പാടില്ല. അവിടെ നിന്നാണ് ഗാന്ധി ഇന്ത്യയുടെ ദേശീയ നേതാവായിട്ടുള്ള ഒരു വേദി ഒരുങ്ങുന്നത്. ഗാന്ധിജിയുടെ സുപ്രസിദ്ധമായ മറുപടി, മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടില്ല. അവിടെ നിന്ന് തുടങ്ങുന്നു മോഹൻദാസ് ഗാന്ധി ആരാണ് എന്ന് ഇന്ത്യ കാണാൻ പോകുന്ന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം. ആ പട്ടണത്തിൽ ചെറിയൊരു ഗ്രാമപട്ടണം എന്ന് പറയാം. അവിടെ JB കൃപലാനിയോടൊപ്പം ഗാന്ധിജി താമസിക്കുന്നു 2-3 ദിവസം. അത് കഴിഞ്ഞ് ആനപ്പുറത്ത് കയറിയിട്ടാണ് നീലം തോട്ടത്തിലേക്ക് പോകുന്നത്. അന്ന് ആനയാണ് വാഹനം, എസ്റ്റേറ്റുകളിലേക്കും കാടുകളിലേക്കൊക്കെ പോകാൻ, വേറെ വാഹനമില്ല. ആനപ്പുറത്ത് കയറി ഗാന്ധിയും കൃപലാനിയും മറ്റുള്ളവരൊക്കെ നടന്നും. ചില ആൾക്കാർ ആനപ്പുറത്തൊക്കെ കയറി നീലം തോട്ടത്തിലേക്ക് പോകുമ്പോൾ 10,000-കണക്കിന് വരുന്ന കൃഷിക്കാർ ശരീരമൊക്കെ ചുക്കിച്ചുളിഞ്ഞ് കണ്ണുനീര് വാർത്തുകൊണ്ട് ഈ ആനപ്പുറത്തിരിക്കും ഏതോ ഒരു രക്ഷകൻ വരുന്നു എന്നുള്ളത് ഭാവത്തിൽ ഈ ആനപ്പുറത്തിരിക്കുന്ന ആളെ നോക്കും. ആനപ്പുറത്തിരിക്കുന്ന ആളും കൃഷകാത്രനായിട്ടൊരാളാണ്. അപ്പോൾ ഗാന്ധി ഈ കണ്ണുനീര് വാർക്കുന്ന ജനതയെ കാണുകയാണ് ആനപ്പുറത്തിരുന്ന്. ഇന്ത്യൻ ചരിത്രത്തിലെ സുപ്രധാനമായൊരു മുഹൂർത്തം, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ മഹാത്മാവ് ഇന്ത്യയിലേക്ക് വന്ന് ആദ്യം ഏറ്റെടുക്കുന്ന സമരം ചമ്പാരൻ സമരം.
ഗാന്ധി ആനപ്പുറത്തിരുന്ന് ഒരു വാചകം ഉരുവിട്ടു. ആ വാചകമാണ് ഞാനിതാ ഈശ്വരനെ കാണുന്നു. കർഷകരെ കണ്ടപ്പോൾ മഹാത്മാവ് ഉരുവിട്ട വാചകമാണ് ഞാനിതാ ഈശ്വരനെ കാണുന്നു. ആ വാചകം സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ അദ്ദേഹം എഴുതി വെച്ചു. ഇവിടെ 2 കൊല്ലം മുമ്പ് 1 കൊല്ലം നീണ്ടുനിന്ന കർഷക സമരം നടന്നു ഇന്ത്യയിൽ. 700 പേര് മരിച്ചു. മഞ്ഞുകൊണ്ട്, വെയിലുകൊണ്ട്, മഴ കൊണ്ട് ഭീകരമായിട്ടുള്ള പല പ്രതിസന്ധികളെയും അതിജീവിക്കാൻ വയ്യാതെ 700 പേര് മരിച്ചിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരക്ഷരം ഇന്നേ വരെ അവരോട് മിണ്ടിയിട്ടില്ല. മഹാത്മാവ് പിറന്ന നാട്ടിൽ ഇങ്ങനെ ഒരു ദുരന്തം എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഗാന്ധിജിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. എങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം ഇങ്ങനെ മാറും? യുഗപ്രഭാവന്മാർ ജനിച്ച നാട്ടിൽ, വ്യത്യസ്ത വിവിധ ചിന്തകൾ ജനിച്ച നാട്ടിൽ, ബഹുസ്വരതയും സാഹോദര്യവും സഹിഷ്ണുതയും സ്നേഹവും ക്ഷമയും ത്യാഗവും പഠിപ്പിച്ചിട്ടുള്ള ശ്രീരാമനും ശ്രീകൃഷ്ണനും വ്യാസനും വാത്മീകിയും ബുദ്ധനും ജൈനനും ശ്രീനാരായണ ഗുരുദേവനും സഹോദരനയ്യപ്പനും വിവേകാനന്ദ സ്വാമികളും മഹാത്മാ ഫൂലെയും ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള വിശുദ്ധ ഖുർആനും വിശുദ്ധ ബൈബിളും ഗുരുനാനാക്കും എല്ലാം കൈകോർത്ത് പിടിച്ചിട്ടുള്ള ഇന്ത്യയിൽ എങ്ങനെ ഒരു ഏകശിലാ രാഷ്ട്രമായിട്ടിന്ന് മാറുന്നു? എങ്ങനെ ഗാന്ധി തള്ളി മാറ്റപ്പെടുന്നു? ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സാഹചര്യത്തിൽ നിന്ന് ഗഹനമായി നമ്മൾ പഠിക്കണം. ഇന്ത്യയിലെ ഏത് മനുഷ്യനും ഏത് രീതിയിലും ചിന്തിക്കാം, അതിനൊന്നും ആരും എതിർപ്പല്ല. പക്ഷെ ചരിത്രം പഠിക്കുമ്പോൾ വസ്തുനിഷ്ഠമായിട്ട് പഠിക്കണം. ഏത് ചരിത്രകാരനും തെറ്റുപറ്റാം, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും തെറ്റുപറ്റാം, സാമൂഹിക പ്രസ്ഥാനങ്ങൾക്കും തെറ്റുപറ്റാം. പ്രത്യേകിച്ച് ആഗോളവൽക്കരണവും സുതാരവൽക്കരണവും 90കളിൽ തുടങ്ങിയതിന് ശേഷം ഇന്ത്യയിലല്ല, ലോകത്തിൽ മുഴുവൻ ലോക ജനതയ്ക്ക് വലിയൊരു സ്വഭാവമാറ്റം കൈവന്നു. ലോകത്തിലെ മിഡിൽ ക്ലാസ് സെക്ഷൻ വളരെ വലിയ തോതിൽ വളർന്നു വന്നു. ഇന്ത്യയിലും ജനസംഖ്യയിൽ ഏറ്റവും അധികം കഴിഞ്ഞ 35 കൊല്ലത്തിൽ വളർന്നത് മിഡിൽ ക്ലാസ്. എല്ലാ സുഖ സൗകര്യങ്ങളും ആഡംബരതയും മിഡിൽ ക്ലാസ്സിന് ഉണ്ടായിക്കഴിഞ്ഞു. കേരളത്തിലടക്കം ഇന്ത്യൻ മിഡിൽ ക്ലാസ് അസന്നിഗ്ധമായ ഒരു സമരം നടത്തിയിട്ട് 35 വർഷം കഴിഞ്ഞു. മിഡിൽ ക്ലാസ്സിൽ ടീച്ചർമാർ പെടും, എഞ്ചിനീയേഴ്സും വക്കീലുമാരും ഡോക്ടർമാരും പെടും, IT ഓഫീഷ്യൽസും ബാങ്ക് ഓഫീഷ്യൽസും പെടും. അങ്ങനെയുള്ള മിഡിൽ ക്ലാസ് കർഷകരെ പോലെ 1 കൊല്ലം നീണ്ടു നിൽക്കുന്ന സമരത്തിന് തയ്യാറാവോ? ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ടീച്ചർമാരും തയ്യാറാവില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടക്കം. കാരണം പലതും നഷ്ടപ്പെടാനുണ്ട്, പലതും ത്യജിക്കാനുണ്ട്. ഇന്നൊരു ഇൻസ്പിറേഷണൽ കോസ് ഇല്ല ഇന്ത്യയിൽ, ഇൻസ്പയറിംഗ് ലീഡർഷിപ്പ് ഇല്ല ഇന്ത്യയിൽ. ഇന്ന് ഇന്ത്യയിൽ രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി എല്ലാവരും പറയുന്നത് മതവും ജാതിയെയും കുറിച്ചാണ്. ജനങ്ങളുടെ മനസ്സിനെ വിഭാഗീയവൽക്കരിച്ചു. അതിപ്പോൾ ഈ ഗവൺമെന്റ് നിൽക്കുന്നവർക്ക് മാത്രമല്ല, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ കാലഘട്ടം മുതൽ ഇന്ത്യ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഭിന്നിക്കപ്പെട്ട് ആ വിഭാഗീയതയുടെ വലിയൊരു കേളീരംഗമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു. അവിടെയാണ് ഗാന്ധി രാഷ്ട്രീയ പ്രയോഗം നടത്തുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ, ഒരുപക്ഷെ ആ വാക്ക് ശരിയാണോ എന്നറിയില്ല, ചില ചരിത്രകാരന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്, ഏറ്റവും വലിയ കൗശലക്കാരനായ രാഷ്ട്രീയ നേതാവാണ് മഹാത്മാഗാന്ധി. എന്താ കൗശലമെന്ന് പറയുന്നത്? ഇന്ത്യൻ രാഷ്ട്രീയത്തിനെ മുന്നോട്ട് പോകാൻ അദ്ദേഹം നെഞ്ചോട് ചേർത്ത് പിടിച്ചത് വിശുദ്ധ ബൈബിൾ, വിശുദ്ധ ഖുർആൻ, ഭഗവത്ഗീത, ഉപനിഷത്ത്, ഈ 4 ഗ്രന്ഥങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ്, അതിൽ നിന്നാണ് രാഷ്ട്രീയത്തിനെ അദ്ദേഹം പ്രവഹിപ്പിച്ചത്. അങ്ങയുടെ മാതാവ് ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയും ഒരു ഘട്ടത്തിൽ, എൻ്റെ മാതാവിൻ്റെ പേര് ഭഗവത്ഗീത, പിന്നെയോ എൻ്റെ മാതാവിൻ്റെ പേര് വിശുദ്ധ ബൈബിൾ, പിന്നെയോ എൻ്റെ മാതാവിൻ്റെ പേര് വിശുദ്ധ ഖുർആൻ. ഈ 3 ഗ്രന്ഥങ്ങളാണ് എൻ്റെ മാതാക്കന്മാർ. ഇന്ന് ഏത് രാഷ്ട്രീയ നേതാവ് അപ്പം അത് പറയുക? ഏത് സാമൂഹിക നേതാവാണ് പറയുക? ഇടതുപക്ഷക്കാർക്ക് പോലും അത് പറയാൻ ധൈര്യപ്പെടില്ല ചിലപ്പോൾ. രാജ്യത്തിൻ്റെ മാറ്റമാണ് ഞാൻ ഈ പറയുന്നത് മുഴുവൻ. ഇന്ന് സത്യം പറഞ്ഞാൽ ഒറ്റപ്പെടും. മഹാത്മാഗാന്ധി സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നൊരു ആത്മകഥയ്ക്ക് പേരിട്ട ഒരൊറ്റ ഗ്രന്ഥകാരനെ ലോകത്തിലുള്ളൂ, അത് മഹാത്മാവാണ്. ലോകപ്രശസ്ത നാടകൃത്തായ ഷേക്സ്പിയറോ കവികളായ വേർഡ്സ്വർത്തോ മിൽട്ടണോ അല്ലെങ്കിൽ ഇവിടുത്തെ വള്ളത്തോളോ കുമാരനാശാനോ ഉള്ളൂരോ ഒന്നും അവരുടെ കാവ്യസമാഹാരത്തിന് സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പേരെഴുതിയിട്ടില്ല. സത്യം കൊണ്ട് ജീവിതത്തിൽ പരീക്ഷണം നടത്തിയിട്ടുള്ള ആൾ, അതൊരു ആത്മധൈര്യത്തിൽ നിന്ന് വരുന്നതാണ് ആ തലവാചകം. എന്താണ് സത്യമെന്ന് മാഞ്ചസ്റ്റർ തുറമുഖത്തിൽ 1ാം വട്ടമേശ സമ്മേളനത്തിന് ചെന്നിറങ്ങിയപ്പോൾ
ഗാന്ധിയെ കാണാൻ ബ്രിട്ടീഷ് പ്രഭുക്കന്മാരും പ്രഭ്യകളും ആ തുറമുഖത്തിൽ തടിച്ചുകൂടി. അപ്പോഴേക്കും മഹാത്മാ എന്ന് രവീന്ദ്രനാഥ് ടാഗോർ വിളിച്ചു കഴിഞ്ഞിരുന്നു. ചിലർ പറയുന്നുണ്ട് സുഭാഷ് ചന്ദ്രബോസാണ് ആ പേര് കൊടുത്തത്. ഗാന്ധി കപ്പലിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഒരു ആട്ടിൻകുട്ടിയെ കയ്യിൽ വെച്ചുകൊണ്ട്, മറ്റൊരു കയ്യിൽ ചെറിയ വടിയും പിടിച്ചുകൊണ്ട്, ഷോളും പുതച്ചൊരു ഒറ്റമുണ്ടും ചുറ്റിക്കൊണ്ട് വരുമ്പോൾ, ആ പല്ലില്ലാത്ത ആ ചിരി ചിരിച്ചുകൊണ്ട് ലോകത്തിനെ ഹഠത ആകർഷിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ ബ്രിട്ടീഷ് പ്രഭുക്കന്മാർ ആകാംക്ഷയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ചിലർ പരിഹാസത്തോടുകൂടിയൊക്കെ ഈ രൂപത്തിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്നപ്പോൾ അതിലൊരാൾ ചോദിച്ചു, ഒരു ചോദ്യം ചോദിച്ചോട്ടെ മഹാത്മാവേ, എന്താണ് മഹാത്മാ, വാട്ട് ഈസ് ട്രൂത്ത്? മഹാത്മാവേ, എന്താണ് സത്യം? ഞങ്ങളത് ചോദിക്കുന്നത് അങ്ങയോട് മാത്രമേ ഈ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ, ബിക്കോസ് യു ആർ ബീങ് കോൾഡ് മഹാത്മാ. ഗാന്ധിജിയുടെ വലിയൊരു മറുപടി ഉണ്ടതിന്. അതാണ് പിന്നീട് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, ഇത്തരമൊരു മറുപടി സത്യത്തിനെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. ഗാന്ധിജി പറഞ്ഞ മറുപടി എന്താ? ചിന്തിക്കുന്നത് പറയുക, പറയുന്നത് പ്രവർത്തിക്കുക, അതാണ് സത്യം. ചിന്തിക്കുന്നത് പറയുക, പറയുന്നത് പ്രവർത്തിക്കുക, അതാണ് സത്യം. ലോകത്തിലൊരു നേതാവിനും പറയാൻ പറ്റാത്തൊരു വാചകമാണ്. നേതാവ് പോയിട്ട് ഈ ഇരിക്കുന്ന നമുക്കൊന്നും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റില്ല. ചിന്തിക്കുന്നത് പറയുക, പറയുന്നത് പ്രവർത്തിക്കുക. അതുകൊണ്ട് ഗാന്ധിജി മഹാത്മാവായി. ലോക ചരിത്രത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ മഹാത്മാ എന്ന് വിളിക്കപ്പെട്ട ഒരൊറ്റ ആളേ ഉള്ളൂ, അത് മോഹൻദാസ് ഗാന്ധിയാണ്. പ്രവാചകന്മാർ മാറി നിർത്താം, പക്ഷെ ചരിത്ര പുരുഷന്മാരുടെ ഇടയിലേക്ക് വരുമ്പോൾ എല്ലാവരെയും മരണത്തിന് ശേഷമാണ് മഹാത്മാ എന്ന് ലോക ചരിത്രം വിളിച്ചിട്ടുള്ളത്. അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അക്ബർ ദ ഗ്രേറ്റ്, അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഗ്രേറ്റ് 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 എന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷെ മഹാത്മാവിനെ ജീവിച്ചിരിക്കുമ്പോൾ മഹാത്മാ എന്ന് ലോകം വിളിക്കാൻ കാരണം അദ്ദേഹം പറഞ്ഞതുപോലെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപോ മറ്റുള്ള രാജ്യങ്ങളിലെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോരൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ ലോകത്തിൻ്റെ സ്ഥിതി എന്താവും? ലോകം എവിടെ എത്തി? ഇത് ചിന്തിക്കണം ടീച്ചർമാർ, അധ്യാപകന്മാർ. കുട്ടികൾക്ക് ചരിത്രം വസ്തുനിഷ്ഠമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. ഇന്നത്തെ ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രത്യേകത്തെ ഒരു ഞാനും ഒരു അധ്യാപകനായിരുന്നു, കുറേ കാലം അധ്യാപകനായിട്ട് നടന്ന ആളാണ്. ഇന്നത്തെ ടീച്ചർമാർക്കും അതെ, ബഹുഭൂരിഭാഗം ടീച്ചർമാർക്കും എക്സ്ട്രാ വായനാശീലമില്ല. പഠിക്കുന്ന പുസ്തകം പഠിപ്പിക്കുന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വിവരമില്ല ബഹുഭൂരിഭാഗം അധ്യാപകന്മാർക്ക്. ഗാന്ധിയെക്കുറിച്ച് ഒരു 15 പായ പേപ്പറിൽ എഴുതാൻ പറഞ്ഞ ടീച്ചർമാർ കൊടുക്കും. അങ്ങനത്തെ ഒരു അധ്യാപക സമൂഹം. ഇതിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വിഷയം അവതരിപ്പിച്ചാലോ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. അധ്യാപകന്മാരുടെ ഏറ്റവും വലിയ ആചാര്യൻ, ഇന്ത്യൻ വിജ്ഞാനത്തിൻ്റെ ആചാര്യൻ, ഉപനിഷത്ത് മുഴുവൻ തർജ്ജമ ചെയ്ത് ഇംഗ്ലീഷിലായ പ്രിൻസിപ്പൽ ഉപനിഷത്ത് എഴുതിയ വിജ്ഞാനി. ആ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഏറ്റവും വലിയ അധ്യാപകനായിട്ട് ആധുനിക ഇന്ത്യ കണക്കാക്കുമ്പോൾ ടീച്ചർമാരുടെ സ്ഥിതി എന്താണെങ്കിൽ പിന്നെ കുട്ടികളുടെ സ്ഥിതി എന്താവും? അവിടെയാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ വികലത നമ്മൾക്ക് അനുഭവപ്പെടുന്നത്. എല്ലാവരും ഒരുപോലെ, പക്ഷേ ഭൂരിഭാഗം പേരുടെ ഈ സ്ഥിതി എന്താ? അപ്പൊ ഗാന്ധിയാര, നെഹ്റു ആരാ, മൗലാന ആസാദ് ആരാ, മുഗളന്മാരാരാ, ഇന്ത്യൻ ചരിത്രം എന്താണ്, അടൽ ബിഹാരി വാജ്പേയി ആരാണ്? ഇങ്ങനെ ഓരോരുത്തരെയും ഗഹനമായിട്ട് നമ്മൾ പഠിക്കുമ്പോഴല്ലേ നമ്മൾക്ക് എന്താണ് ഈ രാഷ്ട്രം, എന്താണ് ഈ രാജ്യത്തിൻ്റെ ചരിത്രമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ചരിത്രം അപനിർമ്മിക്കപ്പെട്ടാൽ ഗാന്ധിസമില്ല. ചരിത്രം അപനിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബഹുസ്വരതയില്ല, വൈവിധ്യങ്ങളില്ല. ഇന്ത്യയിലെ ഉപനിഷത്തുകൾ, ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഖുർആനും ബൈബിളും, ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള രാമായണം, ഇന്ത്യയിൽ വ്യാസൻ എഴുതിയ മഹാഭാരതം, ഇന്ത്യയിലെ ബുദ്ധമത ദർശനങ്ങൾ, ജൈനമത ദർശനങ്ങൾ, ഇതൊക്കെ വൈവിധ്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്, ബഹുസ്വരതയെക്കുറിച്ചാണ് പറഞ്ഞത്. എല്ലാറ്റിനെയും ഒന്നിച്ച് സംഗമിപ്പിക്കുന്ന പുണ്യഭൂമിയാണ് ഇന്ത്യ എന്നാണ് ഇവിടെ ദാർശനികന്മാർ മുഴുവൻ പറഞ്ഞിട്ടുള്ളത്. ബുദ്ധനും ജൈനനുമൊക്കെ ഉണ്ടാകുന്നതിൻ്റെ മുൻപ് 4000-5000 വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധനൊക്കെ ഉണ്ടായിട്ട് ഈ ഉപനിഷത്തും വേദങ്ങളൊക്കെ ഉണ്ടായിട്ട് ചരിത്ര ക്രോണോളജിക്കൽ രൂപത്തിൽ പറയുമ്പോൾ ഒരു 2900 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിനു മുൻപേ ഇന്ത്യയിൽ ജീവിച്ചിട്ടുള്ള കണാദ മഹർഷിയും കപില മഹർഷിയും ബാദരായണനും ഭൃഗുവുമൊക്കെ അവരാണ് ഇന്ത്യയിൽ ആദ്യം ഈശ്വര നിഷേധ ചിന്ത നടത്തിയിട്ടുള്ള മഹർഷിമാർ. കണാദനും കപിലനും പറഞ്ഞു ഈശ്വരനില്ല, പ്രകൃതിയെ സൃഷ്ടിക്കാൻ ഒരു ഈശ്വരൻ്റെ ആവശ്യമില്ല എന്ന് ലോകത്തോട് ആദ്യം പറഞ്ഞത് കണാദനാണ്.
ആ കണാദനാണ് പരിണാമ സിദ്ധാന്തം ലോകത്തിൽ എഴുതി വെച്ചത്. അണുക്കളുടെ സംക്രമണങ്ങളിൽ കൂടെയാണ് പ്രകൃതി ഉണ്ടാകുന്നത്. ഇതാണ് നമ്മൾ 300 കൊല്ലം മുമ്പ് ഉണ്ടായ ചാൾസ് ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷൻ നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. ഇവിടെ ഇന്ത്യക്കാരൻ എഴുതി വെച്ചത് അന്നത് ആർക്കും ഓർമ്മയില്ല, ഇത് പഠിപ്പിക്കൂല. അപ്പൊ ഇന്ത്യയിൽ, ഞാനിത് സൂചിപ്പിച്ചത്, ഇന്ത്യയിൽ ദൈവനിഷേധ ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്. ബുദ്ധദേവൻ ദൈവത്തിനെ നിഷേധിച്ചു, ജൈനൻ ദൈവത്തിനെ നിഷേധിച്ചു. ഈശ്വര വിശ്വാസം മാത്രമല്ല, ഈശ്വര വിശ്വാസം ഇല്ലാത്തവർക്ക് കൂടി സമന്വയത്തോടുകൂടി, സഹിഷ്ണുതയോടുകൂടി, സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കാൻ എല്ലാവിധ സാമൂഹിക സാംസ്കാരിക സാഹചര്യവും ഉണ്ടായിട്ടുള്ള നാടിൻ്റെ പാരമ്പര്യമാണ് ഈ മണ്ണിൽ. അതാണിപ്പോൾ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ഗാന്ധി ജനിച്ച നാട്ടിൽ. അവിടാണ് നമ്മൾ പഠിക്കേണ്ട ആവശ്യം. ജാഗ്രതയോടുകൂടിയിട്ട് ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം നമ്മൾ പരിശോധിക്കണം. അത്രമാത്രം ഗഹനതയുള്ള വൈവിധ്യമുള്ള ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം വരുന്നു? ഞാൻ ഈ പറയുന്ന ജാതിമത ചിന്തകൾ കൂടിയപ്പോൾ, സ്വത്വബോധ രാഷ്ട്രീയം വളർന്നു വന്നപ്പോൾ, ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ വക്താക്കളായിട്ട് ബഹുഭൂരിഭാഗം വരുന്ന ജനത മാറുമ്പോൾ അവിടെ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ തളരും. അവിടെ ഏകാധിപത്യ സമഗ്രാധിപത്യ പ്രസ്ഥാനങ്ങൾ, ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വളരും. ലോകത്തിന്റെ ചരിത്രം അതാ. ജെഫേഴ്സനും എബ്രഹാം ലിങ്കണും അല്ലെങ്കിൽ റൂസ്വെൽറ്റും ഒക്കെ ഇരുന്ന കസേരയിലാണ് ഇനി ലോകമേ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളിപ്പോൾ കയറാൻ പോകുന്നു. ഇപ്പം ജനുവരി 20-ാം തീയതി ആദ്യം ഇരുന്നതാ, കഴിഞ്ഞ 6 കൊല്ലം മുമ്പ്. കാരണം കയറുമ്പോൾ തന്നെ പറഞ്ഞു, ആ കാനഡയെ ഞാൻ പിടിച്ചിട്ട് ഇവിടുത്തെ സംസ്ഥാനമാക്കാമെന്ന്. ഇപ്പം ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. വിശാലമായ അമേരിക്കൻ, കാനഡയെ പിടിച്ചാക്കേണ്ട എന്താ, പനാമ കനാലും പിടിക്കാനാ. പിന്നെ ലോക സാമ്പത്തിക രംഗം മൂപ്പരുടെ കയ്യിലായി. ഇതൊക്കെ എത്രമാത്രം ഫാസിസ്റ്റ് രാഷ്ട്രീയമാണ് ലോകത്തിൽ. ഒരാൾ ഉക്രൈനെതിരെ യുദ്ധം നടത്തിയിട്ട് അവസാനിച്ചിട്ടില്ല, ലക്ഷങ്ങളെ കൊന്നു കഴിഞ്ഞു. ലെനിൻ ജനിച്ച നാട്ടിൽ ഇന്ന് ഭരിക്കുന്ന വ്ളാഡിമിർ പുടിൻ ഫാസിസ്റ്റാണ്. ബ്രസീലിൽ, ഉർദോഗാന്റെ തുർക്കിയിൽ അങ്ങനെയൊക്കെയുള്ളൊരു സാമ്യത പുലർത്തുന്ന ഒരു ജനാധിപത്യ ധ്വംസനം നടത്തുന്ന, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ, ബഹുസ്വരതയ്ക്കെതിരെ നിലപാടെടുക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യയിലുമുള്ളത്. അത് ഗാന്ധി ദർശനങ്ങൾക്കെതിരാണ്. ഇവിടെ ഇന്ത്യയുടെ ചോദ്യം എന്താ? നിങ്ങൾ ഗാന്ധിജിയോടൊപ്പമാണോ, ഗാന്ധിജിയെ വധിച്ചവരോടൊപ്പമാണോ എന്നാണ്. അതാണ് ഇന്ത്യയുടെ ചോദ്യം. ആ ചോദ്യത്തിന് ഇന്ത്യക്കാരൻ മറുപടി പറയണം. അതാണ് രാജ്യം ആവശ്യപ്പെടുന്ന ഉത്തരം. എത്ര ഇന്ത്യയിൽ ആദ്യം നടന്നിട്ടുള്ള 948 ജനുവരി മാസം 30-ാം തീയതി നടന്നിട്ടുള്ള വധം, അതാണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഭീകരമായ തീവ്രവാദ ആക്ഷൻ. മഹാത്മാവിനെ വെടിവെച്ച് കൊല്ലുകയാണ്. എന്തിൻ്റെ പേരിൽ? മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ. ആ വെടിവെച്ചാൾ കോടതിക്കൂട്ടിൽ കയറി നിന്ന് പറഞ്ഞു, ആസൂത്രിതമായ പദ്ധതി ഇട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വെടിവെച്ചതെന്ന്. അദ്ദേഹം ജീവിച്ചാൽ ഹിന്ദു മുസ്ലിം ഐക്യമുണ്ടാകും, മതേതരത്വം ഉണ്ടാകും, അനുവദിക്കില്ല. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളുടെ നയങ്ങൾക്ക് കീഴിലായി ഇന്ന് ഇന്ത്യ. അതെന്തുകൊണ്ടാ? ഒരു പ്രത്യേക പാർട്ടിയെ ഞാൻ പറയുകയല്ല. ഇപ്പൊ ഉണ്ണീഷൻ മാഷോട് വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു വിരോധമില്ല, ഞങ്ങളൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ആരോടും ഒരു വിരോധമില്ല. പക്ഷെ പ്രത്യയശാസ്ത്രത്തിനെ ആശയപരമായിട്ട് പോരാട്ടം നടത്തിയേ പറ്റൂ. കമ്മ്യൂണിസത്തിന് തകരാറുണ്ട്, യാതൊരു സംശയവുമില്ല. സോവിയറ്റ് യൂണിയൻ തകർന്നു വീണു. ഇന്ത്യയിൽ തന്നെ ഇടതുപക്ഷം എത്രയോ ക്ഷയിച്ചിട്ടുണ്ട്, യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഗാന്ധിയെ പഠിക്കാത്തത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നത്, യാതൊരു സംശയവും വേണ്ട അതിൽ. ഹോച്ചിമിൻ 955 ഇന്ത്യയിലേക്ക് വരുന്നു, വിയറ്റ്നാമിന്റെ പ്രസിഡന്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. നെഹ്റുവിനെ കാണുന്നു 2 ദിവസം. 3-ാമത്തെ ദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് കാണാനുള്ള അനുവാദം കൊടുത്തു. ലോക കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കാണാൻ പോകും ആര്? ജ്യോതിബ് ബാസു. ഈ തിരൂരിൽ ജനിച്ച, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മാർക്സിസ്റ്റ് പണ്ഡിതൻ സഖാവ് കെ ദാമോദരൻ, ഹരേകൃഷ്ണ കൊനാർ, 3 പേരാണ് ഹോച്ചിമിനെ കാണുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, 2.5 മണിക്കൂർ ചർച്ച കഴിഞ്ഞിട്ട് ദാമോദരൻ ചോദിക്കുക ഹോച്ചിമിന്, സഖാവേ, അങ്ങ് അവിടെ വിപ്ലവം നടത്തി അധികാരത്തിൽ വന്നു, പാർട്ടി ജനറൽ സെക്രട്ടറിയാണ്, രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റുമാണ്. ഇവിടെ ഞങ്ങളും 925 ഉണ്ടായിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ പോകുന്നുള്ളൂ, അങ്ങോട്ട് മുന്നോട്ടുണ്ട് പോകുന്നില്ല. കെ ദാമോദരനൊക്കെ വലിയൊരു ബുദ്ധിജീവി, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കണ്ടിട്ടില്ല, ഈ തിരൂരുകാരനാണ്. അപ്പോൾ ഹോച്ചിമിൻ്റെ സുപ്രസിദ്ധമായൊരു മറുപടിയുണ്ട്, ഇവിടെ ഒരു ഗാന്ധിയുണ്ട്, അവിടുത്തെ ഗാന്ധി ഞാനാണ്. അപ്പോൾ കെ ദാമോദരന് സംഗതി പിടികിട്ടി. അങ്ങനെയാണ് ഭാരതീയ ചിന്ത, ഇന്ത്യയുടെ ആത്മാവ് എന്നുള്ള വിശ്വപ്രസിദ്ധ ഗ്രന്ഥം ദാമോദരൻ എഴുതുന്നത്. ഇതൊക്കെ ചരിത്രരേഖകളാണ്.
ഇതൊക്കെ ഗഹനമായ വിഷയങ്ങളേക്കുള്ള ചർച്ചകളാണ്. ആ ഗഹനമായ വിഷയങ്ങളേക്കുള്ള ചർച്ചകളിലെ ഗാന്ധി ഏറ്റവും വലിയ സംവാദപ്രിയനാണ്, സംഭാഷണപ്രിയനാണ്. ഗാന്ധി വെറുതെ ഉപരിപ്ലവമായ വർത്തമാനം പറയുന്ന ആളല്ല, ഗഹനമായ സംവാദങ്ങളാണ്, ആരോടൊക്കെയാണ് ഗാന്ധി ആശയ സംവാദങ്ങൾ നടത്തിയിട്ടുള്ളത്? ടോൾസ്റ്റോയുമായിട്ട്, പുഷ്കിനുമായിട്ട്, റൊമൈൻ റോളൻഡുമായിട്ട്, ടാഗോറുമായിട്ട്, അംബേദ്കറുമായിട്ടൊക്കെ ഗാന്ധിജിയുടെ സംവാദം. ഇന്ന് കേരളത്തിലെ സംവാദം അല്ലെങ്കിൽ ഇന്ത്യയിലെ സംവാദം ടെലിവിഷൻ വെച്ച് കഴിഞ്ഞാൽ ഉപരിപ്ലവ സംവാദം. ഒരാൾ അങ്ങോട്ട് പോയ ചർച്ച, ഒരാൾ എന്തെങ്കിലും ഇവിടെ പറഞ്ഞ ചർച്ച. ഇത് കേൾക്കാനാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ തടിച്ചു കൂടുന്നത് 7:30 മണി മുതൽ 9 മണി വരെ. മാഷൊക്കെ കൃത്യമായിട്ട് അതിൽ പോയിന്റുകളും പറയും. അബ്രേമൻ കണ്ടെത്താണ് ചിലപ്പോൾ പറയുന്നത് ചില പോയിന്റ്സ്. പക്ഷെ ഭൂരിഭാഗം, ഞാൻ ആനന്ദമായിട്ട് പറയല്ല, ഭൂരിഭാഗം ചർച്ചയിൽ പങ്കെടുക്കുന്നവരും വെറും ഉപരിപ്ലവമായ ഭാഷയാണ്. എന്നാൽ അതിൻ്റെ പിന്നിൽ കേരള മസ്തിഷ്കത്തിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുപോവുക? കുടിവെള്ളം കിട്ടാത്തതിനെ കുറിച്ച് ചർച്ചയുണ്ടോ? ശുദ്ധജലം കിട്ടാത്തതിനെ കുറിച്ച് ചർച്ചയുണ്ടോ? ശൗചാലയമില്ലാത്തതിനെ കുറിച്ച് ചർച്ചയുണ്ടോ? തൊഴിലില്ലായ്മ പരിഹരിക്കാത്തതിനെ കുറിച്ച് ചർച്ചയുണ്ടോ? ഒരാൾ 5000 കോടി രൂപ ചെലവാക്കിക്കൊണ്ടൊരു വിവാഹം നടത്തി. അതേ ഇന്ത്യയിൽ 250 രൂപ മുതൽ 300 രൂപ വരെ കൂലി വാങ്ങുന്ന ദിവസക്കൂലിക്കാരുള്ള 30% ആൾക്കാരുള്ള രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് അമർത്യ സെൻ എഴുതി വെച്ചു. അതിനെക്കുറിച്ച് ചർച്ചയുണ്ടോ? അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം ഞാനും നിങ്ങളും റീൽസ് ഇട്ട് കാണണം. ഇന്ത്യയിലെ 80 കോടി ജനങ്ങൾക്ക് ഫേസ്ബുക്ക് എന്ന് മാർക്ക് സുക്കൻബർഗ് പറയുന്നു. ആ 80 കോടി ജനങ്ങളിത് കാണുക. അംബാനിയുടെ പുത്രൻ്റെ വിവാഹം, എന്നിട്ട് കയ്യടിച്ച് ആഘോഷിച്ച് ആനന്ദ നിർവൃതി അടയുക. എപ്പോഴെങ്കിലും കുടിവെള്ളം കിട്ടാത്ത ഒരാളെക്കുറിച്ച് സഹോദരി ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് ഇന്ത്യ. ആരുണ്ടാക്കിയ ഇന്ത്യ? ഗാന്ധിക്ക് ശേഷമുള്ള ഇന്ത്യ. പ്രതികരിക്കാത്ത ഇന്ത്യ, നിസ്സംഗതയുള്ള ഇന്ത്യ. അവരെ പ്രതികരിപ്പിക്കേണ്ട ചുമതല ആർക്കാ? അധ്യാപകന്മാർക്ക്. അവരോ സ്കൂൾ വിട്ട നേരെ വീട്ടിലേക്ക്, പിന്നെ എവിടെയില്ല, പിന്നെ വേറൊന്നിനും പണിയില്ല. അവനാണ്ട് മിക്കവാറും എല്ലാ അധ്യാപകന്മാർക്കും സൈഡ് ബിസിനസ്സും ഉണ്ട്, കോളേജ് ലെക്ചേഴ്സിനടക്കം. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളല്ലേ? അർവേപ്പള്ളി രാധാകൃഷ്ണൻ സാമൂഹിക പ്രതിബദ്ധതയുള്ള അധ്യാപകനാണ്. ഈ പറഞ്ഞ ആൾക്കാർ, അയ്യങ്കാളി, അയ്യപ്പൻ മാഷ്, ഗുരുദേവൻ ഏറ്റവും വലിയ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ക്ലാസ് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ലോകത്തെ പഠിപ്പിച്ച ആള്. അതാണ് ഈ രാഷ്ട്രം ഇന്ന് ആവശ്യപ്പെടുന്നത്. ഇപ്പൊ ദീനദയാൽ ഉപാധ്യായ, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, സാമൂഹിക പ്രതിജ്ഞാബദ്ധതയോടുകൂടി പല പരിഷ്കരണത്തിന് നേതൃത്വം കൊടുത്ത ആളാണ്. അദ്ദേഹം ഇപ്പൊ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ആശയമായിരുന്നുവെങ്കിലും അടൽ ബിഹാറി വാജ്പേയി മാനവികതയുടെ വിശാലമായ ഹൃദയമുള്ള ആളായിരുന്നു, പണ്ഡിതനായിരുന്നു. ഇന്ന് അന്നത്തെ രാഷ്ട്രീയ ജവഹർലാൽ നെഹ്റു, മൗലാന ആസാദ്, സർദാർ പട്ടേൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ മഹാമനീഷികളുടെ ഇന്ന് എണ്ണം തുടങ്ങിയാൽ നമുക്കില്ല. പണ്ഡിത ശിരോമണികളായിരുന്നു പഴയകാല നേതാക്കന്മാർ. അപ്പൊ ഗാന്ധിജിയെക്കുറിച്ച് അവരറിയാൻ താല്പര്യപ്പെട്ടിരുന്നു. ഗാന്ധിജി ലണ്ടനിൽ വന്ന സമയത്ത് രാജാവുമായിട്ട് ചർച്ച ചെയ്തിട്ട് അദ്ദേഹത്തിനൊരു ആഗ്രഹം തോന്നി, ചാർലി ചാപ്ലിനെ കാണണമെന്ന്. ചാർലി ചാപ്ലിനെ തിരഞ്ഞിട്ട് ഒരു സ്ട്രീറ്റിലൂടെ പോയപ്പോൾ ആൾക്കാർ കൊണ്ടുപോയപ്പോൾ ചാർലി ചാപ്ലിൻ്റെ സുഹൃത്തായ ഡോക്ടറുടെ വീട്ടിലിരിക്കുക. ആ ഡോക്ടറുടെ വീട്ടിൽ കാറിൽ ഇരിക്കുമ്പോൾ ഗാന്ധി കയറുന്നത്, ചാർലി ചാപ്ലിൻ അന്തം വിട്ടു. അപ്പോൾ ആ മുറിയിൽ ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഗാന്ധി നിലത്തിരുന്നു, ചാപ്ലിൻ അബദ്ധത്തിൽ കസേരല്ല ഇരിക്കുന്നത്. എന്നിട്ട് ഗാന്ധി അവിടെ അരമണിക്കൂർ ഭജന പാടി. ഏത് ഭജന? വൈഷ്ണവ ഗീതവും പിന്നെ ഖുർആൻ വചനങ്ങളും ക്രൈസ്തവ ബൈബിൾ വചനങ്ങളും. അത് കഴിഞ്ഞ് ചാപ്ലിൻ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുക അരമണിക്കൂർ. അത് കഴിഞ്ഞിട്ട് ചാപ്ലിനിട്ട്, ഞാൻ ഈ കസേരയിൽ ഇരുന്ന് അപരാധം പോയി മഹാത്മാവെ ക്ഷമിക്കണം, ഞാൻ ഇറങ്ങാൻ മറന്നു അങ്ങനെ കണ്ടപ്പോൾ. ലോകം ആദരിച്ച ബഹുമാനിച്ച നേതാവ്, ഇന്ത്യക്കാരനോ ഗാന്ധി എന്ന് പറഞ്ഞാൽ തന്നെ ആരാ അറിയില്ല. ആകെ ഈ നോട്ടിൻ്റെ മുകളിൽ ചിത്രം കാണുന്നതുകൊണ്ടാണ് ഗാന്ധി ഗാന്ധി എന്ന് ഇന്ത്യക്കാരൻ പറഞ്ഞു. ഒറ്റപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഒറ്റ പുസ്തകം ഗാന്ധിയെക്കുറിച്ച് വായിക്കാത്ത ഇന്ത്യക്കാരെ 70%. പിന്നെ ഏത് ഗാന്ധിയെക്കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്? ഈ സിമ്പോസിയം നടത്തുന്ന, സെമിനാർ നടത്തുന്ന വളരെ അഭിനന്ദനാർഹമായ കാര്യം. പക്ഷെ ഗാന്ധി വചനം നിരന്തരമായിട്ട് ഉരുവിടേണ്ട കാലഘട്ടമാണിത്. ഗാന്ധിജിയുടെ മാനവികത, വിശാല മനസ്കത, സഹിഷ്ണുത, സ്നേഹം, ത്യാഗം, അതാണ് രാഷ്ട്രം ആവശ്യപ്പെടുന്നത്. ഒരു ബിഷപ്പ് വന്നു ഗാന്ധിജിയോട് പറഞ്ഞു, അങ്ങയെപ്പോലുള്ള ആൾക്കാർ ക്രിസ്തു മതത്തിലേക്ക് വരണം, അങ്ങനത്തെ ഉപദേശങ്ങളാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഗാന്ധിജിയുടെ പ്രസിദ്ധമായ മറുപടി കൊണ്ട്, എന്തിനാ ഞാൻ ക്രിസ്തു മതത്തിലേക്ക് വരേണ്ട കാര്യം? ക്രൈസ്റ്റ് എൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ എന്തിനാ അങ്ങോട്ട് വരേണ്ട കാര്യം? ഞാൻ എല്ലായിടത്തും ക്രൈസ്റ്റ് തന്നെയാണ്. എൻ്റെ രാമൻ എൻ്റെ ഉള്ളിലാണ്, അമ്പലത്തിലല്ല. എൻ്റെ രാമരാജ്യം എന്ന് പറഞ്ഞാൽ സർവ്വചരാചരങ്ങളെയും സ്നേഹിക്കുന്ന സൂര്യവംശ ചക്രവർത്തി രഘുവംശത്തിലോത്തവൻ്റെ രാജ്യം. അല്ലാതെ ഒരു പള്ളി പൊളിച്ച് അമ്പലം ഉണ്ടാക്കുന്ന രാമനല്ല എൻ്റെ രാമൻ. ഈ പള്ളി പൊളിച്ചപ്പോഴാണ് അന്ന് ഗാന്ധി ഉദ്ദേശിച്ചത് അതാ. രാമരാജ്യം, എൻ്റെ രാമൻ എൻ്റെ ഉള്ളിലാണ്.
ആ രാമൻ പറഞ്ഞത് സാർവജനീനത, മര്യാദ, പുരുഷോത്തമൻ. വാത്മീകി വർണ്ണിക്കുകയാണ് രാമൻ എങ്ങനെ പറഞ്ഞ് എല്ലാ ഗുണഗണങ്ങളുടെയും ഉത്തമ പ്രതീകം, ദൃഷ്ടാന്തം. രാമായണം വായിച്ചിട്ടുള്ളവരെന്നെ വളരെ ചുരുങ്ങും. ഉണ്ണീഷ മാഷ് വായിച്ചിട്ടുണ്ടാവും, ഞാൻ വായിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ വേറെ വല്ലവരും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രതീതി ഉണ്ടല്ലോ, വിജ്ഞാനം, വായന, മാനവികത, വിശാല മനസ്കത. ഏത് ഗ്രന്ഥത്തിനും തെറ്റുണ്ട്, ശരിയുണ്ട്. ഒരു ഗ്രന്ഥവും പെർഫെക്റ്റ് ഒന്നുമല്ല. അങ്ങനെ വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, അത് വേറെ കാര്യം. പക്ഷേ രാമായണം വായിച്ച് നമ്മൾ പോകുമ്പോൾ അവസാനത്തെ അധ്യായം എത്തുമ്പോഴേക്കും അവിടെ കുട്ടികൾ വന്ന് പാടുകയാണ് സദസ്സിൽ രാമകഥ. എന്നിട്ട് അപ്പം മനസ്സിലാവുന്നില്ലേ കുട്ടികളെ എന്ന് ചോദിക്കുകയാണ് ഋഷിമാർ. മിണ്ടുന്നില്ല ചക്രവർത്തി. അപ്പോഴാണ് സീതയുടെ കയ്യും പിടിച്ച് മഹാകവിയും കൊണ്ട് ഇറങ്ങി വരുന്നത്. എഴുതിയ ഗ്രന്ഥകർത്താവ് കഥാപാത്രമായിട്ട് പ്രത്യക്ഷപ്പെടുക വാത്മീകി. എന്നിട്ട് ചോദിക്കുക, രാമ ഇവളെ അറിയുമോ? മിണ്ടുന്നില്ല. ഇത് എഴുതുന്ന ആളെന്നെ വരയ്ക്കുന്ന ചിത്രം. വീണ്ടും ചോദിക്കുക, അറിയുമോ? മിണ്ടുന്നില്ല. അപ്പോഴാ പറയുന്ന മഹാഋഷി, എന്നിൽ എന്തെങ്കിലും തപശക്തി അവശേഷിക്കുന്നുണ്ടെങ്കിൽ രാമ, ഇത്രകാലം ഞാൻ നിന്നെ സ്തുതിച്ചു, ഇനി അത് ഞാൻ നിർത്തി. നിന്നേക്കാൾ പരിശുദ്ധയാണ് സീത. ഇന്ന് മുതൽ അത് സീതായനമാണ്, രാമായണമല്ല. അപ്പൊ സീതയുടെ ഒരു പ്രഭാഷണം പിന്നെ മര്യാദാ പുരുഷോത്തമനാണത്രേ. ജനങ്ങളുടെ വാക്ക് കേട്ട് എന്നെ ഉപേക്ഷിച്ചു 2-3 തവണ. ഇനി എന്ത് മര്യാദ? എനിക്ക് അങ്ങയുടെ കൂടെ താമസിക്കണ്ട, എന്നെ മനസ്സിലാകുന്നില്ലല്ലോ, എന്ത് ചക്രവർത്തിയാണ് അങ്ങ്? ഒരു പ്രഭാഷണമാണ് പിന്നെ. എന്നിട്ട് അമ്മേ എന്ന് വിളിച്ച് ഭൂമിക്കടിയിലേക്ക് അപ്രത്യക്ഷമാവുക. ഞാൻ ഈ വനിതാ ടീച്ചർമാർ, അധ്യാപികമാരിയ്ക്കുന്നതുകൊണ്ട് ഈ കഥ പറഞ്ഞത്. ഇന്ത്യയിൽ സിംഹാസനത്തിന്, അധികാരത്തിന് ചോദ്യം ചെയ്തത് ആദ്യമായിട്ട് പുരുഷനല്ല, സ്ത്രീയാണ്, സീത. ചെയ്യാൻ പറ്റുമോ എന്നാ ചോദ്യം? ഇവിടെ ചില മന്ത്രിമാരും വലിയ അവിടുത്തെ ഡൽഹിയിലത്തെ മന്ത്രിയും ഇവിടുത്തെ മന്ത്രിയൊക്കെ വരുമ്പോൾ 30 കാർ 20 കാറൊക്കെ അകമ്പടിയാണ്. പിന്നെ എങ്ങനെയാണ് ചോദ്യം ചെയ്യുക? ഗാന്ധി ജീവിച്ച നാട്ടിൽ 30 കാറിൻ്റെ അകമ്പടി വേണം. ഗാന്ധി ജീവിച്ച നാട്ടിൽ കമാൻഡോസ് വേണം. ഏത് ഗാന്ധിയെക്കുറിച്ചായി പറയുന്നത്? ആർഭാടങ്ങളുടെ സമൂഹം, സെക്യൂരിറ്റി ഭടന്മാരുടെ സമൂഹം. രാവിലെ ഒരു ഡ്രസ്സ്, വൈകുന്നേരം വേറൊരു ഡ്രസ്സ്. ഡ്രസ്സ് മാറ്റാൻ വൃത്തി വേണില്ല എന്നല്ല, പക്ഷെ ഓരോ ഡ്രസ്സിനും 1.5 ലക്ഷം 2 ലക്ഷം രൂപയുള്ള ഡ്രസ്സുകളാണ് പല മന്ത്രിമാരും ധരിക്കുന്നത്. ഗാന്ധിയാണ് പറഞ്ഞു, അധികാരത്തിനെ അളക്കാൻ ഒരു മാർഗമുണ്ട്. അധികാരിയെ അളക്കണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ എളുപ്പമാർഗമുണ്ട്. 952 മന്ത്രിസഭ വന്നതിന് ശേഷം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, ആദ്യത്തെ മന്ത്രിസഭ വന്നതിന് ശേഷം ഗാന്ധിയോട് മന്ത്രിമാർ ചെന്ന് ചോദിച്ചു, ഒരു ഉപദേശം തരുമോ എന്ന് ചോദിച്ചു. ഇപ്പം 2 ഉപദേശം കൊടുത്തു. ഗാന്ധി അന്ന് വിറണിത ഹൃദയനായിരുന്നു, മനസ്സ് മുഴുവൻ ഖിന്നമായിരുന്നു ഗാന്ധിജിയോട്. കാരണം വിഭജനം ഇങ്ങനെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു ഇവരോട്, അധികാരത്തിനെ അളക്കണമെങ്കിൽ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി, നിങ്ങളുടെ ജീവിതം ലളിതമാണോ ആർഭാടപൂർണമാണോ? ലളിതമാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ യോഗ്യതയുണ്ട്, ആർഭാടപൂർണമാണെങ്കിൽ നിങ്ങൾ ജനവിരുദ്ധനാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് അന്ന് എഴുതി വെച്ചതാണ്. ഇന്നിപ്പോൾ ചെരുപ്പിടാതെ ഒരു തോർത്തുമുണ്ടും ചുറ്റിയിട്ടൊരു രാഷ്ട്രീയ നേതാവ് തിരൂർ പട്ടണത്തിൽ കൂടെ പോവുകയാണെന്ന് വെച്ചാൽ ആരെങ്കിലും മൈൻഡ് ചെയ്യുമോ? പറയുമ്പോൾ അയാളായിരിക്കും ഏറ്റവും വലിയ സത്യസന്ധൻ, ഏത് പാർട്ടിയുടെ ആണെങ്കിലും. നേരെ മറിച്ച് 30 കാറിൻ്റെ അകമ്പടിയോടുകൂടി ഒരാൾ പോയി, എന്താ വല്ലാത്തൊരാൾ കേട്ടോ, ജനങ്ങൾക്ക് ആഹ്ലാദ അങ്ങനത്തെ ഒരാൾ വരുമ്പോൾ, ഏത് പാർട്ടിയുടെ ആണെങ്കിലും. ഇന്ത്യൻ സൈക്കോളജി മാറി, ഇന്ത്യൻ മനഃശാസ്ത്രം മാറുന്നു. അതിൽ നിങ്ങളാ ഉത്തരവാദി. ജനങ്ങളെ പഠിപ്പിക്കുന്നില്ല അധ്യാപിക സമൂഹം. രാഷ്ട്രീയക്കാർക്ക് തെറ്റുണ്ടെങ്കിൽ അവരെ തിരുത്തേണ്ടത് അധ്യാപകന്മാരാണ്. ഗുരുദേവൻ എന്ന അധ്യാപകൻ, വിവേകാനന്ദൻ എന്ന അധ്യാപകൻ, മഹാത്മാഗാന്ധി എന്ന അധ്യാപകൻ. അതില്ലാത്ത രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറുന്നു. ഇവിടെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മതേതരത്വത്തിൻ്റെ ഒരു അപ്പോസ്തലനായി മലപ്പുറം ജില്ലയിൽ നിന്നും. മാനവികതയാണ്, കമ്മ്യൂണിസ്റ്റുകാരോട് സ്നേഹം, കോൺഗ്രസ്സുകാരോട് സ്നേഹം, BJP-ക്കാരോട് സ്നേഹം, എല്ലാവരോടും സ്നേഹം തന്നെ. അതാണ് രാജ്യം ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മളൊക്കെ വ്യക്തിപരമായിട്ട് അങ്ങനത്തെ ഗുണഗണങ്ങൾ ഉണ്ടായിരിക്കാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ രാഷ്ട്രത്തിൻ്റെ പൊതുവായിട്ടൊരു രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യവ്യാപകമായിട്ട് സ്വീകരിക്കുന്ന മാനവികതാ വിരുദ്ധ നയങ്ങൾ ഗാന്ധിസത്തിനെ ഇല്ലായ്മ ചെയ്യും. ഗാന്ധി അത്ര നിർമ്മലനും അത്ര ലളിതമായിട്ട് ജീവിച്ചിട്ടുള്ള ഒരാളാണ്. ഒരിക്കൽ പോലും അധികാരത്തിൻ്റെ പിറകിൽ പോയിട്ടില്ല. നവക്കാലിയുടെ തെരുവീതികളിൽ വിഭജന കാലഘട്ടത്തിൽ നടക്കുമ്പോൾ ഗാന്ധി പറഞ്ഞു, ഗാന്ധിജിയോടൊപ്പം 1, 2, 3 ആളെ ആ തെരുവീതികളിലൂടെ നടന്നിട്ടുണ്ടാവുള്ളൂ. കബന്ധങ്ങൾ കുന്നുകൂടിക്കിടക്കുന്നു തെരുവീതികളിൽ, ചോരപ്പുഴ ഒഴുകുന്നു, മാംസകഷ്ണങ്ങൾ ചിന്നിച്ചു തെറിക്കിടക്കുക, മനുഷ്യമാംസം
അപ്പോൾ ഗാന്ധി അവിടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ അപ്പുറത്ത് ഡൽഹിയിലോ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തുകയാണ് പ്രഥമ പ്രധാനമന്ത്രി. അധികാരത്തിൻ്റെ സോപാനത്തിൽ, ചരിത്ര വിയോഗത്തിൻ്റെ ഇതിൽ രാഷ്ട്ര നേതാക്കന്മാർ അധികാരത്തിലേറുമ്പോൾ ഈ രാഷ്ട്ര സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത മോഹൻദാസ് ഗാന്ധി അധികാരത്തിൽ നിന്ന് വിദൂരമായിട്ട് സഞ്ചരിക്കുകയാണ്. അപ്പോൾ നെഹ്റുവിനോട് ചോദ്യം, ഏതാണ് ഇന്ത്യയുടെ തലസ്ഥാനം? നെഹ്റു പറയുന്നു, ആ മനുഷ്യൻ നടക്കുന്ന പ്രദേശമാണ് ഇന്ത്യയുടെ തലസ്ഥാനം. ഇപ്പം ആരോർക്കുന്നു നെഹ്റുവിനെ കുറിച്ച് പഠിപ്പിക്കേണ്ടതാണ് ഇപ്പോൾ പറയുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനല്ലേ, പണ്ഡിത രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളല്ലേ പണ്ഡിറ്റ് ജവഹർലാൽ. ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, ഇതുപോലും വായിക്കാത്ത ഇന്ത്യക്കാരാ ഭൂരിഭാഗം. ഡിസ്കവറി ഓഫ് ഇന്ത്യ വായിക്കാത്തൊരു ഇന്ത്യക്കാരന് ബഹുസ്വരത എന്താണെന്നറിയില്ല, വൈവിധ്യങ്ങൾ എന്താണെന്നറിയാൻ പറ്റില്ല. പക്ഷെ അത് പഠിച്ചിട്ടതിനെ നമുക്ക് വിമർശിക്കാൻ വേണമെങ്കിൽ, പഠിച്ചിട്ടതിൻ്റെ നല്ല ഗുണങ്ങൾ നമ്മൾ സ്വായത്തമാക്കുകയും വേണം. ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് പഠിക്കാതെ നമ്മൾ എങ്ങനെയാണ് പറയുക? ഗാന്ധിസത്തെ വിമർശിക്കണമെങ്കിൽ ഗാന്ധിയെ പഠിക്കണ്ടേ? മാർക്സിസം വിമർശിക്കണമെങ്കിൽ മാർക്സിനെ പഠിക്കണ്ടേ? അപ്പോൾ കൃത്യമായ പ്രിപ്പയർ ചെയ്തിട്ടുകൊണ്ട് നമ്മൾ ചർച്ചകൾക്ക് പോകുമ്പോൾ, സംവാദങ്ങൾക്ക് പോകുമ്പോൾ ഗഹനമായ വിഷയം, മുന്നിലിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ 100 പേരുണ്ടെങ്കിൽ 10 ആൾക്കേ മനസ്സിലാവുള്ളൂ, മതി. പക്ഷെ സത്യം മനസ്സിലാക്കി കൊടുക്കണ്ടേ 10 പേർക്ക്? 90 ആൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കുഴപ്പം. ഇത് ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചർച്ചയാണ്. അവിടെയാണ് രാഷ്ട്രത്തിൻ്റെ വഴി തെറ്റുന്നത്. ഇന്ന് ഗാന്ധി ജനിച്ച നാട്ടിൽ, വിവേകാനന്ദനും ഗുരുദേവനും ജനിച്ച നാട്ടിൽ ഇന്ന് എല്ലാറ്റിനേക്കാൾ വലുത് മതാന്ധതയും ജാതീയതയുമായി. ഡോക്ടർ അംബേദ്കറും ഗാന്ധിയും നടത്തിയ സംവാദം ഇന്ത്യൻ ചരിത്രത്തിലെ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും തീക്ഷ്ണമായ സംവാദമാണ് അംബേദ്കറും ഗാന്ധിയുടെയും സംവാദം. ഡോക്ടർ അംബേദ്കർ ആരാന്നറിയോ? അപ്പോൾ വലിയ വിഷയമല്ലേ അംബേദ്കർ 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 എന്ന് എല്ലാവരും എന്താ പറയണമെന്ന് എന്നാ ചോദിക്കണത് ഡൽഹിയിലിരിക്കുന്ന വലിയ അധികാരികൾ. എന്താ കാരണം? അംബേദ്കർ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പണ്ഡിത ശിരോമണിയായ ഒരു രാഷ്ട്രീയ നേതാവാണ്. വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാകാരമാണ്. 32 ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളുമാണ്. ഇന്നും അന്നും ഏറ്റവും വലിയ സർവകലാശാലകളിൽ ഒന്നായ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടർ ഓഫ് ഇക്കണോമിക്സ്, ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് വീണ്ടും ഡോക്ടറേറ്റ്, ഗ്രേഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വീണ്ടും ഡോക്ടറേറ്റ്, അങ്ങനെ പല കോളേജുകളിൽ നിന്നും സർവകലാശാലയിൽ നിന്നും ബിരുദങ്ങളും ബിരുദാനങ്ങളും 37 വയസ്സിൻ്റെ ഉള്ളിൽ 32 എണ്ണം. വിജ്ഞാന ശിരോമണി. ആ വിജ്ഞാന ശിരോമണിയുമായിട്ട് ഒരു സംവാദത്തിൽ ഏർപ്പെടാൻ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിലെ പലർക്കും മടിയായിരുന്നു. ഒരാൾ മാത്രമേ ഏർപ്പെട്ടിട്ടുള്ളൂ. ഒരു ബിരുദവും ഉണ്ടായിട്ട് ഒരു ബി എ ബിരുദം മാത്രമുള്ള മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. തുറന്ന ചർച്ച അംബേദ്കറുമായിട്ട് നടത്തി. ജാതിയെക്കുറിച്ച്, മതത്തിനെക്കുറിച്ച്, മറ്റ് സാമൂഹിക അസമത്വത്തെ പലതരത്തിലും ഏറ്റുമുട്ടി. പക്ഷെ അവർ തമ്മിൽ ഒരു വ്യക്തിവിരോധവും ഉണ്ടായിട്ടില്ല. ഉണ്ണീഷ മാഷോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ, ഉണ്ണീഷ മാഷ് എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾക്ക് ഞങ്ങൾ കണ്ടാൽ മിണ്ടില്ല, ആജീവനാന്തം. ഞങ്ങളങ്ങനെയല്ല കേട്ടോ, ഞാനാണ് പറയുന്നത്. അവനാൻ്റെ പാർട്ടിക്കുള്ളിൽ തന്നെ പാർട്ടി നേതാവിനെ വിമർശിച്ചാലോ ആ പാർട്ടി നേതാവ് പിന്നെ മിണ്ടില്ല, പാർട്ടി അണികളോടുണ്ട്. ഇപ്പം അങ്ങനെ എത്തി. കോൺഗ്രസിലായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും ഏത് പാർട്ടിയിലായാലും എവിടെ എത്തി? ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ചിന്തയുടെ വികസനം ഉണ്ടാകുന്നില്ല, ചിന്ത ജീർണിക്കുകയാണ്. വിശാലം ഈ ചിന്ത വരിക വായനയിലൂടെയാണ്, വിജ്ഞാനത്തിലൂടെയാണ്. ഗാന്ധി പഠിപ്പിച്ചത് വിജ്ഞാനം നേടാൻ. അതാ ഈശാവാസമിതം സർവം എന്ന് അദ്ദേഹം പറയുന്നത് ഉപനിഷത്ത് വചനങ്ങൾ. അതാണ് അദ്ദേഹം എപ്പോഴും അത് ഉദ്ധരിച്ച് നടക്കുന്നത്. ആകാശം പതിതം തോയം സാഗരം പ്രതി ഗച്ഛതി, സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന വിവേകാനന്ദൻ പറഞ്ഞ ശ്ലോകം ഗാന്ധിജിയും പാടിയത്. ആകാശത്ത് നിന്ന് പതിക്കുന്ന വെള്ളം ഒഴുകി ഒഴുകി സാഗരത്തിൽ ചെന്നെത്തുന്നത് പോലെ ഏതു ദേവനെ നമസ്കരിച്ചാലും അത് അവസാനം ഒന്നിലാണ് എത്തുക. വിവേകാനന്ദൻ്റെ പ്രസിദ്ധമായ സൂക്തം അതാണ് ഗാന്ധി ഏറ്റുപാടിയത്. ആരിന്ന് അതൊക്കെ ചെയ്യുന്നു? അങ്ങനെ ഒക്കെ പറഞ്ഞിട്ടുള്ള രാഷ്ട്രത്തിൽ ഇന്ന് ഓരോ പഞ്ചായത്തിലെ ഓരോ വാർഡിലും 4 പള്ളി 4 അമ്പലം. ഇന്ത്യ പുരോഗമിക്കുകയാണോ പുറകോട്ടാണോ? പള്ളി അമ്പലം വരുന്നതുകൊണ്ട് ആർക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അന്ധവിശ്വാസം പെരുകുന്നു, യഥാർത്ഥ വിശ്വാസങ്ങളല്ല പെരുകുന്നത്. പ്രവാചകൻ നബി തിരുമേനിയും ക്രിസ്തുദേവനും രാമനും പറഞ്ഞ കാര്യം നടപ്പിലാക്കാൻ ഇവിടെ ഒരു കുഴപ്പമില്ല. അതല്ല നടപ്പിലാക്കുന്നത്. അധികാരത്തിൻ്റെ ആർത്തി പൂണ്ടിട്ടുള്ള മതപൗരോഹിത്യവും അപ്പുറത്തെ മൂലധന ശക്തികളും കൂടി ഭരണകൂടത്തിനെ നിയന്ത്രിക്കുമ്പോൾ ഫാസിസം വളരുമെന്ന് എഴുതി വെച്ച ആളാണ് ബെനിറ്റോ മുസോളിനി, ഇറ്റാലിയൻ ഭരണാധികാരി. ഇന്ന് ലോകം മുഴുവൻ നടക്കുന്നതാ. ഒരു ഭാഗത്ത് മതമൗലികവാദികൾ, മറുഭാഗത്ത് ഈ മൂലധന ശക്തികൾ. അവരാണ് രാഷ്ട്രം ഭരിക്കുന്നത്, വേറെ ആരുമല്ല. നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം.
അപ്പോൾ ഗാന്ധി ജനിച്ച നാട്ടിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഗാന്ധി വചനത്തിന് ഇപ്പോഴും പ്രസക്തിയുണ്ട്. ഞാനൊക്കെ വ്യക്തിപരമായിട്ട് പറയാറ്, പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത് ഗാന്ധിസത്തിൻ്റെയും മാർക്സിസത്തിൻ്റെയും സമന്വയമാണ്. രണ്ടിസങ്ങളും പ്രായോഗിക തലത്തിൽ പരാജയപ്പെട്ടു, വേറെ കാര്യം. പക്ഷെ എന്നാലും അതിൻ്റെ ഉജ്ജ്വലമായ സൂക്തങ്ങളുണ്ട്. അതിനെ സമന്വയിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉപനിഷത്ത് പറഞ്ഞ കാര്യങ്ങൾ സാക്ഷാത്കരിക്കാം. ഖുറാനും ബൈബിളും പറയുന്ന കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞ് സാഹോദര്യവും സ്നേഹവുമല്ലേ. ഇസ്ലാം പറയുന്നു സ്നേഹം, സാഹോദര്യം. ക്രിസ്ത്യാനിറ്റി പറയുന്നു, ഉപനിഷത്ത് പറയുന്നു ഒരു മനുഷ്യനെ കൊല്ലാൻ വേറെ മനുഷ്യനെ കൊല്ലണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ആരിത് പറയുന്നു? അധികാരം കാക്ഷിക്കുന്നവർ. അവിടെയാണ് ഗാന്ധി വിഭിന്നനാകുന്നത്. അതാണ് ഗാന്ധിജി പറഞ്ഞു കൊടുത്തത് പ്യാരേലാൽ എന്ന തൻ്റെ സെക്രട്ടറിയോട്. അവസാനത്തെ 2-3 കൊല്ലം പറഞ്ഞു, ഞാൻ എപ്പോൾ വേണമെങ്കിലും മരിക്കാം. ഡിസംബർ 12-ാം തീയതി 1947 ഒരു ബോംബ് പൊട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചപ്പുറത്ത് നിന്ന്. അപ്പോൾ എന്താ ചെയ്തത്? അതൊരു ബോംബ് പൊട്ടിയതാ. അത് അവിടെയല്ലല്ലോ വീഴുണ്ട്, ഇവിടെയാണല്ലോ വീഴുണ്ട്. ഗാന്ധി എഴുതി വെച്ച പ്യാരേലാലിനോട്. ഡിസംബർ കഴിഞ്ഞിട്ട് 30 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നേരെ വന്നു നെഞ്ചിലേക്ക്. ഇതൊക്കെ എക്സ്പെക്റ്റഡ് ആണ്. ഞാൻ മരിക്കേണ്ടത് വെടിയുണ്ട ഏറ്റുകൊണ്ട് തന്നെയാണ് ഗാന്ധിജി മുൻകൂട്ടി പറഞ്ഞിരുന്നത്. സരോജിനി നായിഡു ഇങ്ങനെ വാവിട്ട് കരയാണ് ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ. നെഹ്റുവും കരയുന്നുണ്ട്. സരോജിനി നായിഡു അവസാനം ഒന്ന് കരച്ചിൽ നിർത്തിയിട്ട് നെഹ്റുവിൻ്റെ പുറത്ത്, മൗണ്ട് ബാറ്റിനപ്പുറത്ത് നിൽക്കേണ്ട ഈ ശവമഞ്ചം കൊണ്ടുപോകുന്ന ആ വാഹനത്തിൽ നെഹ്റുവിൻ്റെ പുറത്ത് വിട്ടിട്ട് സരോജിനി നായിഡു പറയും, എന്തിനീ കരയാണ്? ഗാന്ധിജി വെടിയുണ്ട ഏറ്റുകൊണ്ടാണ് മരിക്കേണ്ടത്, അല്ലാണ്ട് പനി പിടിച്ചിട്ടല്ല മരിക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 10-25 കൊല്ലം ഒരു ഷർട്ട് ഇടാതെ ആകെ 26 ഇഞ്ചുള്ള നെഞ്ചുമായിട്ട് ഇങ്ങനെ തുറന്ന് കാണിച്ചു കൊടുത്ത് നടന്നു. വേണമെങ്കിൽ വെച്ചോ വെടിയോ തുറന്നിട്ടു. ഇന്ന് ആർക്ക് പറ്റൂ? ഇന്ന് ഷർട്ടും പോരാ, അതിൻ്റെ ഉള്ളിൽ കൂട്ടും വേണം, അതിൻ്റെ ഉള്ളിൽ ബുള്ളറ്റ് പ്രൂഫും വേണം, അതിൻ്റെ ഇപ്പുറത്തൊക്കെ പട്ടാളവും വേണം, പോലീസും വേണം, മുഖ്യമന്ത്രി മുഴുവൻ പ്രധാനമന്ത്രി വരെ എല്ലാവരും. ഗാന്ധി ജനിച്ച നാട്ടിൽ നമ്മളെ ദുരന്തങ്ങളല്ലേ ഇതൊക്കെ ഗാന്ധിസം പറയുമ്പോൾ? ആലോചിക്കുക. മൂലധന ശക്തികളുടെ രാഷ്ട്രീയ ജീർണതയുടെ ഫലമായിട്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് അവനവൻ്റെ വ്യക്തി ജീവിതത്തിലെങ്കിലും നമുക്ക് മഹാത്മാഗാന്ധിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരോ ഒന്നും ആവാൻ പറ്റില്ല. പക്ഷേ കുറച്ചെങ്കിലും ഒരു 5-6% നമ്മുടെ ജീവിതത്തിൽ മാനവികതയും സ്നേഹവും സാഹോദര്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ വലിയൊരു മാറ്റം ഇന്ത്യയിലുണ്ടാകും. അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രസംഗമുണ്ട്. ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന നേതാവ് ജവഹർലാൽ നെഹ്റു. അന്ന് അടൽ ബിഹാരി വാജ്പേയി 10-28 വയസ്സൊക്കെ ഉള്ളൂ പാർലമെൻറ്റിൽ ആദ്യം പോകുന്ന സമയത്ത്. അന്ന് നെഹ്റു പറയുന്നുണ്ട് വാജ്പേയിയെ കുറിച്ച്, ആ ചെറുപ്പക്കാരനെ ശ്രദ്ധിച്ചോളൂ, മിട്ടുമുട്ടുക്കനാണ്, വളർന്നു വരും. അപ്പം അതൊക്കെ കാണിക്കുന്നത് എന്താ? പരസ്പരം ബഹുമാനിക്കാൻ, പരസ്പരം ആശ്ലേഷിക്കാൻ, പരസ്പരം ആദരിക്കാനുള്ളൊരു മനസ്സ് ഇന്ത്യൻ ദർശനങ്ങൾ സംഭാവന ചെയ്തതാണ്. ഇന്ന് ഒരു പാർട്ടിക്കാരെ വേറൊരു പാർട്ടിക്കാരെ ബഹുമാനിക്കില്ല, പാർട്ടി ഇല്ലാത്തവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുന്നില്ല. ഗാന്ധിസം എവിടെയപ്പോൾ? ഗാന്ധി എല്ലാവരെയും സ്നേഹിക്കാനാണ് പറഞ്ഞത്. ഗാന്ധി എല്ലാവരെയും ചേർത്ത് പിടിക്കാനാണ് പറഞ്ഞത്. കസ്തൂർബ, ഞാൻ അവസാനിപ്പിക്കുക, കസ്തൂർബ ജയിലിൽ കിടക്കുന്നു, ഗാന്ധി ഇപ്പുറത്തും കിടക്കുന്നു. ഈ മിറ്റത്ത് അപ്പുറത്ത് പോയ ഗാന്ധിയുടെ ജയിൽ, ഇപ്പുറത്ത് പോയ കസ്തൂർബ കിടക്കുന്ന ജയിൽ. ക്ഷയം പിടിച്ച് കിടക്കുക, രക്തസ്രാവവുമുണ്ട്. അപ്പോൾ വൈസ്രോയ് വന്ന് പറഞ്ഞു, ബാപ്പുജി ഭാര്യയ്ക്ക് അസുഖം കൂടുതലാണ്, ഞങ്ങൾ കൊണ്ടുപോകാം ലണ്ടനിലേക്ക്, ചികിത്സിച്ച് കൊണ്ടുവരാം, അങ്ങേക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് കണ്ടോളൂ. അപ്പോൾ ഗാന്ധിജി ഒരു പെന്നും പേപ്പറും തരാൻ പറഞ്ഞു. എഴുതിയിട്ട് അന്ന് ആരാ, ഇർവിൻ പ്രഭു ആരോറ്റാണ് വൈസ്രോയ്. എഴുതുകയാണ് ഗാന്ധി, പ്രിയപ്പെട്ടവളെ, നിന്നെ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാമല്ലോ. എൻ്റെ പ്രിയപ്പെട്ട പത്നിയാണ് നീ. നിനക്ക് അസുഖം മൂർച്ഛിച്ചു എന്ന് എനിക്കറിയാം. ഇവർ പറയുന്നുണ്ട്, അവരെന്നെ കാണാൻ അനുവദിക്കുന്നു, പക്ഷെ ദയവുള്ളവളെ, സ്നേഹിക്കുന്നവളെ, ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങി നിന്നെ വന്ന് കാണില്ല, എന്നെ ലണ്ടനിലേക്ക് പറഞ്ഞയക്കുമില്ല. അങ്ങനെ ചെയ്താൽ ഞാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒറ്റിക്കൊടുക്കലാണ്. അങ്ങനെ പറഞ്ഞ രാഷ്ട്രത്തിൽ ഇവിടെ പലരും മാപ്പ് എഴുതി കത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഗാന്ധിസം എപ്പോഴും പ്രസക്തിയുണ്ട്. ഗാന്ധിജിയുടെ മാനവികത, ഗാന്ധിജിയുടെ സാഹോദര്യ സ്നേഹം, ഗാന്ധിജിയുടെ സഹിഷ്ണുത. അംബേദ്കർ പറഞ്ഞതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇക്വാലിറ്റി, ലിബർട്ടി, ഫ്രറ്റേണിറ്റി എന്ന വാക്ക് എഴുതിയപ്പോൾ ഫ്രറ്റേണിറ്റി, സാഹോദര്യം എന്ന് എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിതെൻ്റെ ഗുരുനാഥനിൽ നിന്നെടുത്ത വാചകമാണ്. ആരാ ഗുരുദേവൻ? ബുദ്ധദേവൻ. ബുദ്ധദേവൻ്റെ മൈത്രി എന്നുള്ള വാക്കാണ് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആമുഖത്തിൽ എഴുതി. ഇപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ വേണ്ടെന്നാണ് പറയണം. കോൺസ്റ്റിറ്റ്യൂഷൻ മുഴുവൻ നിഷേധിക്കപ്പെടുന്നു പല ഘട്ടങ്ങളിലും. അവിടെയൊക്കെയാണ് ഗാന്ധിസത്തിൻ്റെ പ്രസക്തി. അതുകൊണ്ട് ഗാന്ധിജിയുടെ ഏറ്റവും സമുജ്വലമായിട്ടുള്ള
ആ വലിയ സാഹോദര്യവും സഹിഷ്ണുതയും മാനവികതയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മനുഷ്യവിരുദ്ധ ആശയങ്ങൾക്കെതിരെ പോരാടാനുള്ള ഏറ്റവും വലിയ ആയുധമായിട്ട് നമ്മൾ ചേർത്ത് പിടിക്കണം. നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ ബേസിക്കലി, എന്നിട്ടല്ലേ കമ്മ്യൂണിസ്റ്റും BJPയും കോൺഗ്രസും ലീഗും ഒക്കെ ആവുന്നുള്ളൂ. അപ്പോൾ ആ മാനവികതയെ ചേർത്ത് പിടിക്കുക. ആ മാനവികതയെ ചേർത്ത് പിടിക്കുമ്പോഴാണ്, അതാണ് ഇന്ത്യൻ ദർശനങ്ങൾ നമ്മളോട് ചിരപുരാതന കാലഘട്ടം മുതൽക്ക് പറഞ്ഞിട്ടുള്ളത്. ആ മാനവികതയെ ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയ ജീവിതവും സാമൂഹിക ജീവിതവും ചിന്താപരമായ ജീവിതവും ഗാന്ധിജി ജീവിതത്തിലുടനീളം നയിച്ചിട്ടുള്ളത്. അതാണ് ഒരു ദിവസം അവസാനത്തെ സത്യാഗ്രഹം നടക്കുന്നത് 1948 ജനുവരി മാസം 7 മുതൽ 20 വരെയുള്ള ദിവസം, 20 ദിവസത്തെ സത്യാഗ്രഹം. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോൾ വെടിവെച്ച് മരിക്കപ്പെട്ടു. ആ 20 ദിവസത്തിൽ ഗാന്ധി അവിടെ വെറുതെ ഇരുന്നതല്ല. ആ 20 ദിവസത്തിൽ ഓരോ ദിവസവും 50 പേർക്ക് കത്തെഴുതി, അവിടെ വരുന്ന ഓരോരുത്തരോട് സംസാരിച്ചു, ആശയങ്ങൾ സംസാരിച്ചു, ആശയവിനിമയം നടത്തി. അങ്ങനെ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മഹാചിന്തയുടെ അനുസ്യൂതമായ പ്രവാഹം മനുഷ്യന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയപ്പോൾ ജീവിതം തന്നെ സംഗീതമാക്കുന്നൊരു ലോകത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുക. വിശ്വഭാരതി സർവകലാശാല സന്ദർശിച്ചു ടാഗോറിൻ്റെ ഒപ്പം. അപ്പോൾ ടാഗോർ സന്ദർശനം കഴിഞ്ഞ് ഗാന്ധിജിയോട് ചോദിച്ചു, ഇവിടുത്തെ സംഗീതമൊക്കെ ആസ്വദിച്ചില്ലേ മഹാത്മാവെന്ന് ചോദിച്ചപ്പോൾ ഗാന്ധിജിയുടെ ഒരു മറുപടി ഉണ്ട്, സംഗീതം ഇവിടെ കുറച്ച് കൂടുതലാണ് മഹാകവേ, സംഗീതത്തിനേക്കാൾ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ജീവിതത്തിനെ തന്നെ സംഗീതമാക്കുന്നതിനെയാണ്. ഞാൻ ഇന്ത്യൻ ജനതയോട് ജീവിതത്തിനെ സംഗീതമാക്കാൻ പറഞ്ഞ ആ മഹാമനുഷ്യൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമമർപ്പിക്കുന്നു. ഇനിയിവിടെ ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണിയും ഉണ്ണീഷൻ മാഷൊക്കെ സിദ്ദിഖൊക്കെ നല്ല പ്രഭാഷണങ്ങൾ നടത്തും. അവരുടെ ആശയങ്ങൾ നിങ്ങൾ കേൾക്കുക. നമ്മളാൽ കഴിയുന്ന രീതിയിൽ മനുഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണം മാനവികതയേക്കാൾ വലുതൊന്നില്ല. അതാണ് അതിനൊക്കെ ജാതിയും മതമൊക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ മാനവികതയെ ചേർത്ത് പിടിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. എല്ലാവിധ ആശംസകളും ഈ സമ്മേളനത്തിന് അർപ്പിക്കുന്നു.